Hello everyone, welcome back to Xylem Learning. It's me Jamshad, you can call me Jerry. In this video, we are going to learn complete thing, actually everything about formal letter writing. What is a format, what is a model question, and how to answer like these kind of questions. We are going to do everything in this video. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഫോർമൽ ലെറ്റർ റൈറ്റിംഗിന്റെ ഫോർമാറ്റും അതിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ഫോർമൽ ലെറ്റർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അതുപോലെ ഇതുപോലെ ധാരാളം നിങ്ങളുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടും നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഫോർമൽ ലെറ്റർ റൈറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലോ? ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. യു ആർ റിയ അല്ലെങ്കിൽ റോഹൻ. നിങ്ങളൊരു ബോയ് ആണെങ്കിൽ ബോയിൻ്റെ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഗേൾ ആണെങ്കിൽ ഗേളിന്റെ വെച്ച് ആൻസർ ചെയ്യുക. തിരിച്ചും ചെയ്യാൻ നോ പ്രോബ്സ്. എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 10, 10ാം ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ആണ്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ലെങ്കിലും 10ാം ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് സ്ഥാനം കിട്ടി. അറ്റ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ, ഡൽഹിയിലെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങൾ. നിങ്ങളുടെ പേരെന്താ? റിയ അല്ലെങ്കിൽ റോഹൻ. യു ആർ കൺസേൺഡ് അബൌട്ട് ദ ഇൻക്രീസിംഗ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ഏരിയയിൽ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് യൂസേജിനെ പറ്റിയിട്ട് നിങ്ങൾ കൺസേൺ ആണ്. ആൻഡ് വിച്ച് ഈസ് ഹാമിങ് ദ എൻവിയോൺമെന്റ്. അത് നമ്മുടെ പ്രകൃതിയെ എന്താക്കുന്നുണ്ട്? യെസ്, അത് ഹാമിങ് ചെയ്യുന്നുണ്ട്, അത് മലിനീകരിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്താ? റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ നാഷണൽ ഡെയിലി. ഇതാണ് ഡ്യൂട്ടി, ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പോഴാണത് ഫോർമൽ ലെറ്റർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ലെറ്റർ ടു ദ എഡിറ്റർ ആർക്കാണ്? എ നാഷണൽ ഡെയിലി ആണ്. നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസോ ദ ഹിന്ദുവോ അല്ലെങ്കിൽ നമ്മുടെ ഡെക്കാൻ ക്രോണിക്കിളോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് എന്താക്കുക, അതിലേക്ക് എന്താക്കുക, നമ്മൾ ഒരു ലെറ്റർ അയക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടീച്ചേഴ്സൊക്കെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് കീ പോയിന്റുകൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എക്സ്പ്രസിങ് യുവർ കൺസേൺ. നമ്മൾ അതിൽ എന്ത് വേണം? നമ്മളുടെ കൺസേൺ എന്താന്നുള്ളത് എക്സ്പ്രസ് ചെയ്യണം. പോയിന്റ് ആണ്, അതുണ്ടെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ആൻഡ് സജസ്റ്റിംഗ് വേ ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗ്സിന്റെ യൂസേജ് കുറയ്ക്കാനുള്ള സജഷൻസും അടുത്ത കീ പോയിന്റ്. ഈ 2 പോയിന്റ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ കീവേഡ്സ് നമുക്ക് കിട്ടുള്ളൂ. മീൻസ് ആക്ച്വലി കീ പോയിന്റുകൾ, ആൻസർ എഴുതേണ്ട അല്ലെങ്കിൽ ആൻസർ വാല്യുവേഷൻ ചെയ്യേണ്ട കീ പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. ഇത് മസ്റ്റായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അതിന്റെ വേർഡ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 to 120 വേർഡ്സ് ആണ് അതിന്റെ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഫോർമാറ്റ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. എല്ലാ ഫോർമൽ ലെറ്ററിന്റെയും ഫോർമാറ്റ് സെയിം ആയിരിക്കും. ആ ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. അതിനുമുണ്ട് മാർക്ക്. ദാറ്റ്സ് ഓൾസോ an important things. ഓക്കെ, ഇതാ ഫോർമാറ്റ് പിടിച്ചോ. സെൻഡേഴ്സ് അഡ്രസ് ഇവിടെ കൊടുക്കണം. നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് എഴുതല്ല, ഡേറ്റ് അങ്ങോട്ട് കൊടുക്കുക. റിസീവേഴ്സ് അഡ്രസ് ആരായിരിക്കും? ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ, ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ. ഓക്കെ, സബ്ജക്റ്റ് എന്താണ്? ആ സബ്ജക്റ്റ് എന്താണ്? നമ്മൾ കൺസേൺ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. സാല്യൂട്ടേഷൻ, ഡിയർ മാം അല്ലെങ്കിൽ സാർ എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം? യെസ്, നമുക്ക് ആ ഒരു സാല്യൂട്ടേഷൻ കൊടുക്കാം. ബോഡി ഓഫ് ദ ലെറ്റർ, ആ ഒരു ലെറ്ററിൽ എന്തൊക്കെയാണ് അറിയിക്കേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രസിങ് യുവർ കൺസേൺ, അതുപോലെ തന്നെ സജഷൻ ആണ്. അപ്പൊ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ വേണം, ആ ഇഷ്യൂ പറയണം, സജഷൻസ് വേണം, കൺക്ലൂഷൻസ് വേണം. ക്ലിയർ ആണല്ലോ? ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് എന്താക്കാം? നമ്മുടെ കൺസേൺ പറയാം. ആ ഇഷ്യൂവിൽ നമുക്ക് കൺസേൺ പറയാം. ആ സജഷന്റെ സിറ്റുവേഷനിൽ നമുക്ക് എന്താക്കാം? സജഷൻ അവതരിപ്പിക്കാം. ആൻഡ് കൺക്ലൂഷൻ എന്താണ്? ഈ ഒരു വിഷയം നിങ്ങളുടെ പത്രത്തിൽ, നിങ്ങളുടെ എഡിറ്റോറിയൽ പേജിൽ നിങ്ങൾ എന്താക്കണം? ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് കോംപ്ലിമെന്ററി ക്ലോസും കഴിഞ്ഞിട്ട് നെയിമും സൈനും കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് എ ഫോർമൽ ലെറ്റർ. ദാറ്റ്സ് എ ഫോർമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ. ഓക്കെ, റെഡി. ഇതിന്റെ ഒരു സപ്പോസ് ആൻസർ നമുക്ക് എടുക്കാണ്. പക്ഷേ നിങ്ങൾ ഇതിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഓഫർ ഉണ്ട്. ഈ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കാം? ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഓഫറോട് കൂടിയിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഈ അവസരം മിസ് ചെയ്ത്, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ജസ്റ്റ് നിങ്ങൾ എന്താക്കിയാൽ മതി? നമ്മുടെ ജസ്റ്റ് സെർച്ച് ചെയ്യാം. എവിടെ? നമ്മുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സൈലം ലേണിംഗ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് കിട്ടും, നമ്മുടെ ആപ്പ് കിട്ടും. ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അത് നമ്മുടെ ബാച്ച്, നിങ്ങളുടെ എക്സാക്ട് ക്ലാസ്സിന്റെ ബാച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്തായിപ്പോവും? ഇത് എക്സ്പയർ ആയി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പഴയ പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആൻസറിലേക്ക് എടുക്കുകയാണ്. ഇതാണ് ഒരു സപ്പോസ് ആൻസർ. നോക്കിക്കോ.
ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ ഡൽഹി അത് കൊടുത്തു. എന്ത് ഫ്രം അഡ്രസ് കൊടുത്തു, സെൻറ്റേഴ്സ് അഡ്രസ് കൊടുത്തു. ഇനി എന്താ ഡേറ്റ് ആണ് കൊടുക്കുന്നത് 10th October 2010. ഇനി അടുത്തത് എന്താ കൊടുക്കുന്നത് ടു അഡ്രസ് ആണ് അല്ലേ. ഓക്കെ, ദ എഡിറ്റർ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി, ടൈംസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഏതും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി സബ്ജക്ട് എന്താ കൊടുത്തു കണ്ടോ, സബ്ജക്ട് കൺസേൺ ഓവർ ഇൻക്രീസിങ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗ്സ് അതിന്റെ യൂസേജ് വർദ്ധിക്കുന്നതിനെ പറ്റിയിട്ടാണ് അതിന്റെ കൺസേൺ, അതാണ് നമ്മുടെ കൺസേൺ, അതാണ് സബ്ജക്ട്. ഓക്കെ, ഇനി ആ ഒരു സാല്യൂട്ടേഷൻ കൊടുത്തു സർ അല്ലെങ്കിൽ മാം എന്ന് കൊടുത്തിട്ട് നമ്മൾ പറയാണ്. അത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ, ഇഷ്യൂ പറയാ, സജഷൻ പറയാ, കൺക്ലൂഷൻ പറയാ. ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ പറഞ്ഞാൽ നോക്കിക്കോ. ത്രൂ ദ കോളംസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ, നിങ്ങളുടെ അത്രയും പിന്നെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പറിന്റെ കോളത്തിലൂടെ ഐ വിഷ് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഗ്രോയിങ് യൂസ് ഓഫ്, ആ കോളത്തിലൂടെ ഞാൻ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ എന്താക്കുന്നു, പിന്നെ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഗ്രോയിങ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ അവർ ഏരിയ. ഞങ്ങളുടെ ഏരിയയിൽ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ യൂസേജ് കൂടുന്നതിനെ പറ്റിയിട്ടുള്ള പ്രശ്നം അവതരിപ്പിക്കാൻ നിങ്ങളുടെ പത്രത്തിൽ എസ്റ്റീംഡ് ആയിട്ടുള്ള നിങ്ങളുടെ അത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പറിലൂടെ ഞാൻ തേടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിൽ പിന്നെ നൽകാൻ ആഗ്രഹിക്കുന്നു. ദീസ് ബാഗ്സ് ആർ ഹാമിങ് ദ എൻവിയോൺമെന്റ്. ഈ ബാഗുകളൊക്കെ ശരിക്കും പ്രകൃതിക്ക് മോശമുണ്ടാക്കുന്നുണ്ട്, നാശമുണ്ടാക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ബ്ലോക്കിംഗ് ഡ്രെയിൻസ്, ഡ്രെയിനേജുകളിലൊക്കെ ബ്ലോക്കിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് കോസിങ് പൊല്യൂഷൻ, പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കത്തിച്ചു കഴിഞ്ഞാലൊക്കെ അവൻ വിഷയമാണ്. അപ്പോൾ ഇനി ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, അതിൽ നമുക്ക് എന്താ കൺസേൺ നമ്മൾ പറഞ്ഞു. ഇനി സജഷൻ ആണല്ലേ, പീപ്പിൾ ഷുഡ് ബി എൻകറേജ്ഡ് ടു യൂസ് ക്ലോത്ത്സ്. സജഷൻ ആണ്, റിഡ്യൂസ് ചെയ്യാനുള്ള സജഷൻ. ക്ലോത്ത്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജൂട്ട് ബാഗ്സ് യൂസ് ചെയ്യുക അതിന് പകരം. ഓക്കെ, ഷോപ്സ് മസ്റ്റ് സ്റ്റോപ്പ് ഗിവിംഗ് പ്ലാസ്റ്റിക് ബാഗ്. ഷോപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് ബാഗ് കൊടുക്കുന്നത് നിർത്തണം. ഓക്കെ, ആൻഡ് സ്ട്രിക്റ്റ് റൂൾസ് ഷുഡ് ബി മെയ്ഡ് ടു ബാൻ ദെയർ യൂസ്. അവരുടെ യൂസ്, ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ യൂസ് നിർത്താൻ വേണ്ടി, അത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം, ഫൈന് കൊണ്ടുവരണം. ഓക്കെ, അവയർനെസ് ക്യാമ്പയിന് സ്കൂളിൽ നടത്താൻ പറ്റും. ലോക്കൽ മാർക്കറ്റിൽ ഓൾസോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു അവയർനെസ്. അതുപോലെ തന്നെ അവസാനമായിട്ട് കൺക്ലൂഷനിൽ ഒന്നും കൂടി പറയണം, ഐ ഹോപ്പ് യു വിൽ ഹൈലൈറ്റ് ദിസ് ഇഷ്യൂ ഇൻ യുവർ ന്യൂസ് പേപ്പർ ടു സ്പ്രെഡ് പബ്ലിക് അവയർനെസ്. പബ്ലിക് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വാർത്ത നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ കൊടുക്കുമെന്ന് ഹൈലൈറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ കൺക്ലൂഷൻ. എന്നിട്ട് യുവർ ഫെയ്ത്ത്ഫുള്ളി റിയ അല്ലെങ്കിൽ റോഹൻ കൊടുക്കാം. ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഒരു ബോക്സ് വരയ്ക്കാം. ദാറ്റ്സ് ബി ബെറ്റർ. ഓക്കെ, അങ്ങനെ ബോക്സ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫോർമൽ ലെറ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതുപോലെ ഏതൊരു റൈറ്റിംഗ് സെഷനോ അല്ലെങ്കിൽ ഗ്രാമർ സെഷനോ ഏതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ആവശ്യമുള്ളത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, ഇതുപോലെ വീഡിയോസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അതുപോലെ ഏതെങ്കിലും ചാപ്റ്റർ ആണോ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ സമ്മറി ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് ആണോ, ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കംപ്ലീറ്റ് അഭിപ്രായങ്ങളും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മി ജംഷാദ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് അപ്ഡേറ്റ്സും ഫ്രീ ആയിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ സ്ലൈഡുകൾ, നോട്ട്സുകൾ PDF ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. സോ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ കോൾ മീ JD. Don't forget to comment your opinions. Let's see in another video with another session. Until it's a bye. Thank you.